പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുന്ന പോലെയൊന്നുമല്ല കാര്യങ്ങൾ കേട്ടോ. വിട്ടുത്തം വിട്ട നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ കാര്യം കാട്ട പുകയാണ്. ഇതുവരെ എന്തുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത്, അവിടുത്തെ വിശേഷങ്ങൾ പുറത്തു വരാത്തതെന്ന് തെളിയ ഓരോരോ വാർത്തകൾ ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരികയാണ്. ചിത്രങ്ങൾ സഹിതം പുറത്തു വരികയാണ്. പക്ഷെ നമുക്കത് പ്രസിദ്ധപ്പെടുത്താൻ തൽക്കാലം നിവൃത്തിയില്ല. അത് കർശനമായി ഗൂഗിൾ അടക്കം തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നുള്ള ചിത്രങ്ങൾ കാണാൻ പറ്റാത്തത്. ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് 9-ാം തീയതിയാണ്, ഇന്ന് വരെയുള്ള വളരെ ഏറ്റവും പുതിയ കുറച്ച് വിവരങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അറിയാലോ, നമുക്ക് നേരത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആദ്യം തുടങ്ങിയപ്പോൾ ഇറാൻ മറ്റേ ഗസയുമായി പ്രശ്നമുണ്ടായിരുന്ന സമയത്ത് ഇസ്രായേൽ നേരെ ഇറാനിലേക്ക് ഒരു മിസൈൽ അയച്ചു, 5-6 മിസൈൽ അയച്ചു. അവർ തിരിച്ചിങ്ങോട്ട് കൊടുത്തു. അതിൽ ഇസ്രായേലിന്റെ അയൺ ഡോമുകളൊക്കെ തരിപ്പണമായി. അവിടെയും ഇവിടെയും ചിലർ പരിക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു. ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇസ്രായേൽ പത്രങ്ങളൊക്കെ കൃത്യമായി വാർത്ത ചെയ്തിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. അതിന് കാരണം, ഇപ്രാവശ്യം യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തന്നെയാണല്ലോ ഇറാനിലേക്ക് മിസൈൽ അയച്ചത്. അതവിടെ വീടതിന് ശേഷം ഇറാൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങോട്ട് കയറി പണിയെടുക്കരുത്, ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഞങ്ങൾ പണി തുടങ്ങിയാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. എന്നാൽ അതൊന്നും കേൾക്കാതെ, അതൊക്കെ ഒരു ഭീരുവിന്റെ ജൽപ്പനാക്കി കണക്കൂട്ടിക്കൊണ്ട് ഇസ്രായേൽ ഇറാനിൽ കയറി ഇങ്ങോട്ട് നിരങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങ് അതിക്രമം അങ്ങോട്ട് കാണിച്ചു. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് അയത്തുള്ള ഖൊമൈനി, അവരുടെ ആത്മീയ ഗുരു, രാഷ്ട്രത്തിന്റെ പരമോന്നത നേതാവ്, ആത്മീയ നേതാവ് അങ്ങോട്ട് വകവരുത്തിയത്. അതോടുകൂടി അവർ ആകെ ഭ്രാന്തെടുത്തൊരവസ്ഥയിലാണ്. അതുവരെ എങ്ങനെയായിരുന്നു? അതുവരെ ചെയ്തിരുന്നത് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയക്കുക, അങ്ങോട്ട് വരുന്നത് വാങ്ങി വയ്ക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് അവർ ബുദ്ധിപരമായി കളിക്കാൻ തുടങ്ങി. അതായത് ജീവിച്ചിരുന്ന ഖംനയെക്കാളും മരണപ്പെട്ട ഖംനയി ഒരു അപകടകാരിയാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. സത്യത്തിൽ ഇവരൊക്കെ കരുതത് ഈ ഖംനയി മരണപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി ഇറാൻ തീരുമെന്നും പിന്നെ എല്ലാം നമ്മുടെ പരിധിക്ക് വരും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ പണി പാളി. ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ വളരെ അടിയന്തര ഘട്ടത്തിലേക്ക് ഇസ്രായേൽ എത്തി നിൽക്കുകയാണ്. ആദ്യം ഇസ്രായേലിനെ അത്തരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ചെയ്തത് പരിസരത്തുള്ള മറ്റു രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകളിലേക്ക് തങ്ങൾക്ക് അടിക്കാൻ സാധിക്കുമെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. അമേരിക്കൻ പടക്കപ്പലിന്റെ റഡാർ സംവിധാനങ്ങളൊക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ നടന്നതോടുകൂടി സംഗതി ആകെ പണിപ്പാളി. അതായത് ഇറാന് പലതും സാധിക്കും, ഇറാനിൽ നിന്നുകൊണ്ട് തന്നെ പലതും സാധിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിലല്ല എന്ന് ആദ്യം സ്ഥാപിച്ചു കൊടുത്തു. അത്തരം സ്ഥാപിച്ചതിന് ശേഷം ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ ഉള്ള അമേരിക്കൻ ബേസുകളെ അടി തുടങ്ങിയതിനു ശേഷം അവരെ ഒരു പരിവാക്കി അവിടെയുള്ള മിക്കവാറും ഉള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കൊല്ലപ്പെട്ടു. അമേരിക്കൻ സൈനികർ ഒരുപാട് പേർ മരണപ്പെട്ടു. നമ്മൾ പുറത്തു വരുന്ന കണക്കല്ല, അതിനേക്കാൾ ഭീകരമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അങ്ങോട്ടുള്ള അക്രമങ്ങളൊക്കെ നിർത്തി വെച്ചിട്ട് പിന്നെ നേരെ തുടങ്ങിയത് ഇസ്രായേലിലേക്കാണ്. ആ അടിയാണ് പെരുമടിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ടാണ് ആ സമയം മുതൽ, അത്തരത്തിൽ അടിച്ച സമയം മുതൽ ഒരു വിവരം പോലും ഇസ്രായേലിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വിധം അങ്ങോട്ട് ഒതുക്കിച്ചേക്കാണ്. സ്പെഷ്യൽ ഹോം ഫ്രണ്ട് സിറ്റുവേഷൻ, അതായത് അടിയന്തരാവസ്ഥ. പച്ചയ്ക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അടിയന്തരാവസ്ഥ അത് തന്നെ. ഒരു കാരണവശാലും ആൾക്കാർ പുറത്തിറങ്ങാൻ പാടില്ല, പൊതു സ്ഥലത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പാടില്ല, കൂട്ടം കൂടാൻ പാടില്ല, തുറസായ സ്ഥലങ്ങളിൽ കൂട്ടം കൂടാൻ പാടില്ല. പിന്നെ എന്തെങ്കിലും പരിപാടികൾ നടത്താനോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ, ഹാളുകൾ നടത്തേണ്ടി വന്നാൽ 100% അവിടെ ബങ്കർ സുരക്ഷ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പരമാവധി 50 പേർ, അതിൽ കൂടുതൽ കൂടാൻ പാടില്ല. അങ്ങനെ സർവ്വ മേഖലയിലും നിയന്ത്രണം കൊണ്ടുവന്നൊക്കെയാണ്. പുറത്തിറങ്ങാൻ പാടില്ല, ബങ്കറിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നാണ് വെച്ചിട്ടുള്ളത്. പൂർണ്ണമായും അടിയന്തരാവസ്ഥയാണ്. വല്ലാത്തൊരവസ്ഥയല്ലേ അത്? നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിസൈൽ വരുന്ന സമയത്ത് സൈറൺ മുഴങ്ങും. സൈറൺ മുഴങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാവരും ബങ്കറിലേക്ക് പോകും. ആ സൈറൺ കെട്ടുകഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലായി മെസ്സേജ് വന്നു കഴിഞ്ഞാൽ സാധാരണ നിലയിലേക്ക് ജനങ്ങൾ മാറും. കുറെ കാലമായി ഇത് തന്നെയാണ് അവസ്ഥ എന്നതുകൊണ്ട് ഒരു മിസൈൽ എന്നത് അവർക്കൊരു ഒരു നിത്യ ഒരു കാഴ്ചവസ്തുവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും ഇവിടെയൊക്കെ വീണ് പൊട്ടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഈ അടിയന്തരാവസ്ഥയിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിട്ടേക്കാണ്, മുഴുവൻ പൂട്ടിയിട്ടേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും പൂട്ടിയിടേണ്ട ഒരു അവസ്ഥ. വിദ്യാർത്ഥികൾക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റൂല. ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നടത്തിക്കുക, തൽക്കാലം ഇങ്ങോട്ട് വരണ്ടെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങൾ, അവരുടെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾ, തൊഴിൽ സ്ഥാപനങ്ങൾ, അത്തരം തൊഴിൽ സ്ഥാപനങ്ങളിൽ ആൾക്കാർ ജോലിക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായും ഏത് നിമിഷവും ഏത് അക്രമം ഉണ്ടാകാം. ആ അക്രമത്തെ അതിജീവിക്കാൻ തക്കവണ്ണം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനുള്ള, ബങ്കറിലേക്ക് ഏറ്റവും അടിയിലേക്ക് മാറാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലിക്ക് ആൾ ചെല്ലേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു സൗകര്യം ഇല്ലാത്തതിന്റെ പേരിലോ ഇനി അല്ലാത്തതിന്റെ പേരിലോ സുരക്ഷിതമല്ലാന്ന് തോന്നുന്നതിന്റെ പേരിലോ ആരെങ്കിലും ജോലിക്ക് ഹാജരാകാതെ വന്നാൽ
അവരെ പിരിച്ചുവിടരുത് എന്ന് സ്പെഷ്യൽ ഉത്തരവ് കൊടുത്തേക്കാണ് ഇസ്രായേൽ ഗവൺമെന്റ്. ആകെ അവിടെ യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കുന്ന ഒന്ന് ഫയർ സർവീസുകൾ, അതുപോലെ ആംബുലൻസുകൾ, ആശുപത്രികൾ, അതുപോലെയുള്ള സർവീസുകൾ, അതൊക്കെ മാത്രമാണ് അവിടെ യഥേഷ്ടം സർവീസ് നടത്തുന്നത്. അതും വളരെ കരുതലോടുകൂടിയാണ് ആ സർവീസുകൾ നടത്തുന്നത്. ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടിയുള്ള അടിയാണ്. എവിടെയാണ് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറാൻ ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങളെ കൊണ്ട് ഇറക്കരുത് എന്നാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖംനയി മരണപ്പെട്ട ശേഷം, അതായത് ഇസ്രായേൽ കൊന്ന ശേഷം, പിന്നീട് കണ്ണും പൂട്ടിയുള്ള അടിയിൽ വരുന്നത് ക്ലസ്റ്റർ ബോംബുകളാണ്. ആദ്യം വന്നിരുന്നത് മിസൈലുകളാണെങ്കിൽ ഇപ്പോൾ വരുന്നത് ക്ലസ്റ്റർ ബോംബുകളാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നേരത്തെ ബങ്കറിലൊക്കെ ഒളിച്ച് താമസിക്കാൻ വരുന്ന ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നേരെ ബങ്കറിലേക്ക് പോയി സുരക്ഷിതമാവുകയും ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാനും പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് ബങ്കർ തകർന്ന് നൂറുകണക്കിന് ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. ഇസ്രായേലിന്റെ കണക്കോ വെറും 12 പേർ കൊല്ലപ്പെട്ടു, 2 പട്ടാളക്കാർ മരണപ്പെട്ടു എന്നാണ്. ആകെ 14 പേര് മരണപ്പെട്ടു എന്നേ ഉള്ളൂ. എന്നാൽ പരിസരവാസി ഒരു പത്രപ്രവർത്തകന് കൊടുത്തിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ, അവിടെ 4 വീടുണ്ടായിരുന്നു. ആ 4 വീടുകളിലായിട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും ഈ ബോംബ് ആക്രമണത്തിൽ അവർ ആരെയും കാണാനില്ല, എല്ലാവരും പോയി എന്നാണ് പറയുന്നത്. അതായത് ആശുപത്രിയിലൊന്നും പോകാൻ സമ്മതിക്കുന്നില്ല, ഒരു ആശുപത്രിയിലും പോയി പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല, എത്ര ആൾക്കാർ മരിച്ചു എന്ന് വെരിഫൈ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ പറയുന്ന കണക്കുകൾ പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർ, ഇന്ത്യയിൽ നിന്നുള്ള പത്രപ്രവർത്തകർ അടക്കം ഇസ്രായേലിലുണ്ട്, അവരൊക്കെ വാർത്ത ചെയ്യുന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗികമായിട്ട് അവർ കൊടുക്കുന്ന വാർത്തകളാണ്. അവർ പറയും നിങ്ങൾ ഇന്നത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുക്കുന്ന വാർത്തയല്ലാതെ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ അവരകത്താണ് അല്ലെങ്കിൽ അവർ പുറത്താണ്, രണ്ടിലേതെങ്കിലും ഒന്നും അവിടെ സംഭവിക്കും. അതുകൊണ്ട് അത്തരത്തിൽ വാർത്തകൾ വരുന്നതുമില്ല. പിന്നെ ഇപ്പൊ കുറച്ച് വാർത്തകളും മറ്റും ഇസ്രായേൽ പത്രങ്ങളും മറ്റും അവരുടെ അവസ്ഥകൾ, യുദ്ധത്തിന്റെ കെടുതി അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ മരണം, അവിടെ വച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ, അതിനെക്കുറിച്ചൊന്നും വല്ലാണ്ട് പറയുന്നില്ല എന്നുണ്ടെങ്കിലും മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ അടിയന്തര സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ വാർത്തകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ അവിടെ നിന്ന് പത്രപ്രവർത്തകർ പുറത്തു പോയതിനു ശേഷം അവർ അവരുടെ സോഷ്യൽ മീഡിയയിലും മറ്റും ഇന്റർവ്യൂകളിൽ പറയുന്നതാണ്. അതും ദൃശ്യങ്ങൾ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. കയ്യിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് പോരുന്ന സമയത്ത് അവർ പിടിച്ചെടുത്ത് വരുത്തിയിട്ടുണ്ട്, ശക്തമായി താക്കീത് കൊടുത്തുകൊണ്ട് പുറത്താക്കിയ പത്രക്കാരുണ്ട്. അതായത് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന്. എന്നിട്ടും പകർത്തിക്കൊണ്ട് നാട്ടിലേക്ക് പോകാം എന്ന് കരുതി അവരുടെ മൊബൈൽ ഫോണിലും അവരുടെ ക്യാമറകളിലും മറ്റും പകർത്തിയ ദൃശ്യങ്ങൾ അതൊക്കെ നശിപ്പിക്കപ്പെട്ട് അവരുടെ വില കൂടിയ ക്യാമറകൾ പോലും നഷ്ടപ്പെട്ട് പിന്നെ കരഞ്ഞ് കാല് പിടിച്ചിട്ട് ഇനി ഒരിക്കലും ഈ പണിക്ക് ഇങ്ങോട്ട് വരില്ല എന്ന് ലേലുല്ലു എന്ന് പറഞ്ഞതുകൊണ്ട് നാട് കടത്തപ്പെട്ട മാധ്യമപ്രവർത്തകർ പോലും അവിടെ ഉണ്ട്. അത്രയ്ക്ക് വളരെ സുരക്ഷിതമായാണ് അവർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇപ്പോ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞാൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നിട്ടുള്ള മിസൈലുകളോ മറ്റു സംവിധാനങ്ങളോ ഡ്രോണുകളോ വന്നാൽ ഇന്റർസെപ്റ്റേഴ്സ് അത് തകർക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ആ സംവിധാനങ്ങളൊക്കെ ഇല്ലാതായി ഇപ്പൊ ഇല്ല, ഇപ്പൊ തീരെ ഇല്ല. അതുകൊണ്ടാണ് അലാം മുഴങ്ങാത്തത്. അയൺ ഡോമുകളൊക്കെ തീർന്നു. അതായത് അറിയാൻ കഴിയുന്നില്ല. അവിടെയും ഇവിടെയും ഏതെങ്കിലുമൊക്കെ ചിലത് പ്രവർത്തനക്ഷമതയുള്ളത് അതിന്റെ പരിധിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് സൈറൺ മുടങ്ങുന്നത്. ഇറാന്റെ ആക്രമണം മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ബോംബുകളും മിസൈലുകളും മാത്രമാണ് ഇതുവരെ പ്രതിരോധിക്കേണ്ട സാഹചര്യം വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആകെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇത്തിരിയേ ഉള്ളൂ. ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടകടാഹം പോലെ കിടക്കുന്ന വലിയൊരു രാജ്യമാണ്. ഒരറ്റത്ത് കിടക്കുന്ന ഒരു ചെറിയൊരു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ, അതിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അവിടെ നിന്ന് ഒഴുക്ക് തുടരുകയാണ്, അവിടെ നിന്ന് പലായനം ചെയ്യാണ്. അവിടെ പറ്റില്ല. കാര്യം ഇറാന്റെ ബോംബിങ്, അതുപോലെ അവരുടെ മിസൈലുകൾ സദാപി അവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അതായത് ഒരു വലിയൊരു ഒഴുക്ക്. ഗസയിൽ ഇതുപോലൊരു പലായനം ഉണ്ടായിരുന്നല്ലോ. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ ഒരു വശത്തേക്ക് നീക്കി കൊണ്ടുവന്ന ഏതാണ്ട് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇസ്രായേലിനെ ഇറാൻ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ ജനങ്ങളുടെ മാനസികമായ നില പോലും തെറ്റിപ്പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എന്നാ പറയുന്നത്. കാരണം സൈറണുകളും ഈ ബങ്കർവാസവും അല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പോ. മറ്റേ ഇടയ്ക്കിടയ്ക്കൊരു സൈറൺ, ഒരു ദിവസം 1 2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ 1, അങ്ങനെ ആയിരുന്നത് ഇപ്പോ സൈറണോട് സൈറണാണ്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. മാനസിക നില തകരാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? ഏതായാലും ഇപ്പൊ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വർത്തമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ടെല്ലവീവ്, ഹൈഫ അടക്കമുള്ള സ്ഥലങ്ങളിൽ വാണിജ്യ സമുച്ചയങ്ങൾ, അവിടുത്തെ താമസിക്കുന്ന സാധാരണക്കാർ താമസിക്കുന്ന വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ, അങ്ങനെയെല്ലാം, അതായത് മൊത്തം നലംപരിശായി എന്നാണ് പറയുന്നത്. നമ്മൾ ഗസയുടെയൊക്കെ ചിത്രം പണ്ട് കാണിച്ചിട്ട് ഇസ്രായേൽ കയറി നിരങ്ങിയത് കണ്ടോ, ഗസയെ കല്ലോട് കല്ല് നിരത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഏതാണ്ട് സമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഇസ്രായേൽ എത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കുറെയൊക്കെ എത്തിക്കഴിഞ്ഞു എന്നാണ് വരുന്ന വാർത്ത. അതായത് അവർക്ക് ഇനി ഉരുത്തിരുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ ഈ ബോംബിംഗ് ഇവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ യുദ്ധം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്നേക്കുമായി അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത്. 1, അവിടുത്തെ ജനങ്ങളുടെ മാനസിക നില തകർന്നു. 2, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു. 3, യാതൊരു വിധത്തിലുള്ള മധ്യസ്ഥ പ്രവർത്തകർക്കും ഇനി ഞങ്ങളില്ല.
കാര്യം നിങ്ങൾ അധാർമികമായിട്ടാണ് ഞങ്ങളുടെ നേതാവിനെ കൊന്നത്, നിങ്ങൾ അധാർമികമാണ് യുദ്ധം നടത്തുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ധാർമ്മികത പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുമുട്ടികൾ അടിയാ മറ്റ് ഉള്ള പ്രദേശങ്ങളിലൊക്കെ അടി നിർത്തി. ഇനി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് യാതൊരു മനസാക്ഷിയുമില്ലാതെ ചെല്ലുന്നിടത്ത് വീഴട്ടെ എന്ന് കരുതിയിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. കാര്യം അത്രത്തോളം ജനങ്ങളെ ഇറാനിൽ ഒരു കൂട്ടക്കുരുതി ചെയ്തു. ആ കൂട്ടക്കുരുതി ചെയ്തതിന്റെ ചിത്രങ്ങളും അതിന്റെ കാര്യങ്ങളും എടുത്ത് കാണിച്ചുകൊണ്ട് പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചാണ്. ഇപ്പോൾ ഇറാനിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റുന്നില്ല. മറ്റു പലയിടങ്ങളിലും യുദ്ധം നടക്കുന്നുണ്ട്, തിരിച്ചടി കൊടുക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരി. പക്ഷെ അപ്പോഴും ഇസ്രായേൽ എന്ന രാജ്യം ഇനി ഒരിക്കലും ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റാത്ത നിലയിലേക്കുള്ള ഒരു കൂപ്പുകുത്തലാണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.